എങ്ങനെ പറ? ഇന്ന് സഭായോഗം എന്റെ ബ്രേക്ക്ത്രൂന്റെ സമയമാണ്. ഈ സഭായോഗം ഞാൻ നിന്നു പോകുന്ന ശത്രുവിന്റെ തലയിൽ കയ്യിൽ തലവയ്ക്കുന്ന സമയമല്ല, തിരിഞ്ഞോടുള്ള സമയമല്ല. പ്ലാൻ എയും പ്ലാൻ ബിയുമെല്ലാം മനുഷ്യൻ പറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ പറയാം, നിങ്ങളെ ആരുടെയും പ്ലാനിൽ പെടാത്ത ഒരു വലിയ പ്ലാൻ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. ഉന്നതമായ ദൈവിക ഉദ്ദേശത്തിലേക്ക് ദൈവം നമ്മെ നടത്തുന്നത്. ഇന്ന് വരെ കാണാത്ത ഒരു പുറപ്പാട്. ദൈവത്തിന്റെ ദാസൻ ഒരു പാട്ടിനെ കുറിച്ച് അത് പറഞ്ഞ പുറപ്പാടിലാണെങ്കിൽ ദ ടൈം ഓഫ് എക്സോഡസ്, ഇന്ന് പകൽ തിരിച്ചറിയുക ഒരു പുറപ്പാടിന്റെ സമയം. ഈ സമയം നിൽക്കേണ്ട സമയമല്ല, ഈ സമയം തിരിഞ്ഞോടുന്ന സമയമല്ല, ഈ സമയം ഒരു എക്സോഡസിന്റെ ഒരു പുറപ്പാടിന്റെ സമയമായിട്ട് ദൈവം നമുക്ക് വേണ്ടി നൽകി തരികയാണ്. 120 വയസ്സ് മരണസമയമാണ്. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, നീ ദേശം കാണും, അതിൽ കിടക്കുകയില്ല. ആവർത്തന പുസ്തകം 34 അധ്യായം 7 വാക്യം വായിക്കുമ്പോൾ 120 വയസ്സ് പ്രായമുള്ള മോശ നെബോ പർവ്വതത്തിൽ കയറി. വീണ്ടും ആവർത്തിക്കാം, നെബോ പർവ്വതത്തിൽ കയറി. 120. നിങ്ങൾ ചിന്തിക്കണം, 50 60 വയസ്സ് കഴിഞ്ഞാൽ പർവ്വതം പോയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ 120 പർവ്വതം കയറിയെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. ആ പദം ഇങ്ങനെ അടിവരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ 120 വയസ്സിൽ അവന്റെ കണ്ണ് മങ്ങിയില്ല, അവന്റെ ദേഹബലം ക്ഷയിച്ചില്ല. അവന്റെ കണ്ണ് മങ്ങിയില്ല, അവന്റെ ദേഹബലം ക്ഷയിച്ചില്ല. വാഗ്ദത്തം എന്താണ്? നീ കാണും. നീ കാണണമെങ്കിൽ നിന്റെ കണ്ണ് മങ്ങിപ്പോകാൻ പാടില്ല. നീ മല കയറണമെങ്കിൽ നിനക്ക് ആരോഗ്യമുണ്ടാകണം. 120 വയസ്സിലെ ഈ വാഗ്ദത്തം നിറവേറണമെങ്കിൽ നിനക്ക് എന്ത് വേണം? നിനക്ക് എന്താ ആവശ്യം? നിനക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി നിറവേറുവാൻ നിനക്ക് എന്തെല്ലാം ഒരുക്കി തരണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം.